ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ളത് ഒരേ DNA. ഇന്ത്യയിൽ നിന്നും ലഭിച്ച സ്നേഹം ഹൃദയം നിറച്ചു. വികാരാതീതനായി അഫ്ഗാൻ മന്ത്രി. അഫ്ഗാനിസ്ഥാന്റെ മന്ത്രിയുടെ ഒരു വാക്കുകളാണിത്. ഇന്ത്യയെ പറ്റിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അവരുടെ കൃഷി വകുപ്പ് മന്ത്രി മൗലാന അതാഉള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അതിൽ പറയുന്നത് അല്ലേ? അതെ സർ, അതെ. താലിബാൻ ഭരണകൂടത്തിന്റെ കൃഷി ജലസേചന മന്ത്രി മൗലവി അത്തള്ളലെ അദ്ദേഹമാണ് ഇങ്ങനെ ഇന്ത്യയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. തനിക്ക് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് ഇന്ത്യയിൽ ഭാരതത്തിൽ എത്തിയപ്പോൾ തനിക്ക് ഉണ്ടായെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതില് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് ഇന്ത്യയുടെ തന്നെ ഒരു ഭാഗമായിരുന്നു. ഇപ്പൊ ഈ 1947 ശേഷമാണല്ലോ പാകിസ്ഥാനും ഈ ബലൂചിസ്ഥാനും എല്ലാം നിലവിൽ വന്നത്. അതിനു മുമ്പ് അതെല്ലാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗങ്ങളായിരുന്നു. ഇപ്പൊ അഫ്ഗാനിസ്ഥാനില് നമുക്കറിയാം, താലിബാൻ ഭരണം ഏറ്റെടുത്തപ്പോ അവരാദ്യം ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ബാമിയാൻ പ്രതിമകളെ മുഴുവൻ വെടിവെച്ച് തകർക്കുകയായിരുന്നു. ഇത് ബുദ്ധ പ്രതിമകള് അത് മുഴുവൻ വെടിവെച്ച് തകർക്കുക ചെയ്ത്. അത് കൂടാതെ വേറെ ഒരു കാര്യമുള്ളത്, മഹാഭാരതത്തിൽ പറയുന്ന ഗാന്ധാരം എന്ന് പറയുന്ന രാജ്യം, അത് അഫ്ഗാനിസ്ഥാനിലാണ്. അതാണ് ഇപ്പോഴത്തെ ആധുനിക വേർഷൻ ഖാന്ദാർ എന്ന് പറയുന്നത്. ഖാന്ദാർ എന്ന് പറയുന്ന രാജ്യം, അവിടെ നിന്നാണ് ഗാന്ധാരിയെ വിവാഹം ചെയ്ത് ഈ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അത് അന്നൊരു ഉപഭൂഖണ്ഡത്തിന്റെ തന്നെ ഭാഗമായിരുന്നു അത്. പിന്നെ DNA കുറിച്ച് പറയുമ്പോൾ ഡിയോക്സിറൈബോ ന്യൂക്ലിയിക് ആസിഡ്, നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളും നിർമ്മിച്ചിരിക്കുന്നത് DNA ബ്ലോക്കുകൾ കൊണ്ടാണ്. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് സെല്ലുകൾ ചേരുമ്പോഴാണല്ലോ മനുഷ്യ ശരീരം ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഗവേഷണം നടന്നിരുന്നു. നമ്മളുടെ ഹൈദരാബാദിലുള്ള സെന്റർ ഫോർ മോളിക്കുലർ ബയോളജി, അതേപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, എസ്റ്റോണിയൻ ബയോ സെന്റർ, ഹാർവാർഡ് ബിസിനസ് സ്കൂൾ, ഇങ്ങനെയൊക്കെയുള്ള വിദഗ്ധ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രങ്ങള് സംയുക്തമായിട്ട് നടത്തിയ ഒരു ഗവേഷണത്തില് കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ എല്ലായിടത്തും ഒരേ തരത്തിലുള്ള ജനിതക ഘടനയാണുള്ളത് എന്ന് പറഞ്ഞാൽ ഒരേ DNA ആണുള്ളത് ഇന്ത്യയിൽ. അപ്പൊ അത് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും പശ്ചിമ ഇന്ത്യയിലും പടിഞ്ഞാറ് കിഴക്കേ ഇന്ത്യയിലും എല്ലാം അവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവനും ഒരേ DNA ആണുള്ളത്. അപ്പൊ അത് നാച്ചുറലി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാൻ ഇപ്പൊ ഈ 1947 ശേഷം വന്നാണല്ലോ. അവിടേക്കുള്ള ജനങ്ങൾക്ക് ഒരേ ജനിതക ഘടനയും ഒരേ തരത്തിൽ ചിന്തിക്കുന്ന രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അതുപോലെ നമ്മുടെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്ന് പറയും, ബലൂചിസ്ഥാൻ, ആ ഏരിയയിൽ നിന്ന് അവിടെ നിന്നുള്ള ജനങ്ങളൊക്കെ ഇന്ത്യയോട് വളരെ സൗഹാർദ്ദമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ഇപ്പോ നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഒരു മുസൽമാനുണ്ട്, ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം പക്തൂൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നാണ്, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിലെ. അദ്ദേഹം മരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് മറ്റൊരു രാജ്യത്തെ ആളായിട്ടല്ല നമുക്ക് കാണാൻ പറ്റുക. അദ്ദേഹം ഇന്ത്യയുടെ തന്നെ ആത്മാവിന്റെ ഒരു ഭാഗമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തൊക്കെ വളരെയധികം സംസ്കാര സമ്പന്നരായ വ്യക്തികളാണ് ഇവരൊക്കെ. ഇപ്പോ പാകിസ്ഥാനിൽ തന്നെയുള്ള പല പ്രദേശങ്ങളും അവയ്ക്ക് ഒരു ഹൈന്ദവ ചൊവ്വയുള്ള ഹൈന്ദവ രീതിയിലുള്ള പേരുകളുണ്ടല്ലോ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ. അപ്പൊ അത് തെളിയിക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ ജനങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ഇപ്പൊ അവർക്കറിയോ, ഈ നമ്മുടെ ബലൂചിസ്ഥാനില്ലേ, പാകിസ്ഥാനിലുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യ, അവിടെ ഒരു വലിയ ദേവീക്ഷേത്രമുണ്ട്. ആയിരങ്ങളല്ല, അത് കൂടുതൽ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ദേവീക്ഷേത്രമുണ്ട്. ആ ദേവീക്ഷേത്രം ഒരു കേടുപാടും കൂടാതെ ഇപ്പോഴും ബലൂചിസ്ഥാനിലെ ജനങ്ങളെ സംരക്ഷിക്കുകയാണ്. ഞാൻ അതിന്റെ പേര് മറന്നുപോയി. ഒരു വലിയ ഫേമസ്, ഇവിടുന്ന്
പണ്ടൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം നോർമലായിരുന്ന സമയത്ത് ഇവിടെ നിന്ന് പലരും അവിടെ അവിടത്തേക്ക് തീർത്ഥയാത്രയൊക്കെ നടത്താറുണ്ടായിരുന്നു. ഇതുവരെ അത് നശിപ്പിച്ചിട്ടില്ല എന്നാണ് അറിവ്. അതുപോലെ ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇന്ത്യയോട് വളരെയധികം ആഭിമുഖ്യമുണ്ട്. ഇന്ത്യൻ യൂണിയനിൽ ചേരണം എന്നായിരുന്നു ബലൂചിസ്ഥാനിലെ ജനങ്ങളുടെ ആഗ്രഹം. അവരുടെ രാജാവായിരുന്ന ഖാൻ ഖലാട്ട് എന്ന് പറയുന്ന രാജാവ് ഇത് സംബന്ധിച്ച് ഇന്ത്യയായിട്ട് കരാർ ഒപ്പുവയ്ക്കാൻ അവരുടെ രാജ്യപ്രതിനിധിയെ ഇന്ത്യയിലേക്ക് അയച്ചതാണ്. അദ്ദേഹത്തെ കാണാൻ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു സമ്മതിച്ചില്ല. നെഹ്റു പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ട, അവര് സെപ്പറേറ്റ് ആയിട്ട് നിന്നാൽ മതി. ഈ ബലൂചിസ്ഥാൻ ഇന്ത്യയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്കും അത് വലിയ എതിർപ്പായിട്ട് വരും, അത് കാരണം ചേരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവര് ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ പാകിസ്ഥാനിൽ ചേരാൻ നിർബന്ധിതരായത്. പാകിസ്ഥാനിൽ അവർ ചേർന്ന് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മുഹമ്മദ് അലി ജിന്ന എന്ത് ചെയ്തെന്ന് അറിയോ? പട്ടാളത്തിനെ വിട്ടിട്ട് ഖാൻ ഖലാട്ടിനെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ നിഷ്ഠൂരം വധിച്ചു. എന്നിട്ട് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഒരു ജസ്റ്റ് സ്റ്റേറ്റ്, ഇപ്പൊ തമിഴ്നാട് അല്ലെങ്കിൽ കേരളം പോലെ ഒരു സ്റ്റേറ്റ് ആണ് ഇന്ത്യയുടെ എന്നുള്ള രീതിയിൽ പറഞ്ഞുണ്ടാക്കി. അങ്ങനെ അപ്പൊ അന്നത്തെ ഈ കോൺഗ്രസ് ഭരണകൂടത്തിന്റെ പിടിപ്പുകേടും കഴിവുകേടും അപ്പീസ്മെന്റ് പൊളിറ്റിക്സും കാരണമാണ് ബലൂചിസ്ഥാൻ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത്. അഫ്ഗാനിസ്ഥാനിൽ ഇതേപോലെ പ്രശ്നമുണ്ടായി. അഫ്ഗാനിസ്ഥാനിൽ 1977-78 മറ്റേ സോവിയറ്റ് യൂണിയൻ അവിടുത്തെ രാജാവിനെ ഓടിച്ചിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാവ ഗവൺമെന്റിനെ ഇൻസ്റ്റാൾ ചെയ്തു. അതിനെ അന്നത്തെ മൊറാർജി ദേശായി ഗവൺമെന്റ് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ തുടർന്ന് വന്ന ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അതിനെ അംഗീകരിച്ചു, സോവിയറ്റ് യൂണിയനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് താലിബാൻ ഒരു കാലത്ത് ഇന്ത്യയോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ നേപ്പാളിൽ നിന്നും കാന്തഹാറിലേക്ക് ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയ കഥ അറിയില്ലേ, ഇന്ത്യൻ എയർലൈൻസിന്റെ? അപ്പൊ അതിനൊക്കെയുള്ള കാരണം ഇതാണ് പ്രധാനമായിട്ട് ഇങ്ങനെ ഇത് വന്നത്. ഇന്ത്യയും കാബൂളിലുമായിട്ട് ഈ താലിബാൻ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനായിട്ട് വലിയ ഡിപ്ലോമാറ്റിക് റിലേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആണ് നടന്നത്. അത് ഇപ്പോ ഈ 2014 ശേഷം വളരെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അവിടെ പോയി പലപ്പോഴും ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. അവരിവിടെ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രത്യേകതയുള്ളതാണ്. ഇപ്പൊ ഇതിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യൻ സൈനിക വിദഗ്ധരും സുരക്ഷാ വിദഗ്ധരും നിർമ്മാണ പ്രവർത്തകരും ഒക്കെ പോയി കണ്ടമാനം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മലയാളി അവിടെ വെച്ചിട്ട് താലിബാന്റെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. മണിയൻ എന്നിട്ട് പറയാം, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, ഇന്ത്യൻ ആർമിയുടെ അതിർത്തിയിലെ റോഡ് നിർമ്മിക്കുന്ന സംഘടന, അവരുടെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ മണിയൻ. ആലപ്പുഴയോ ചേർത്തലയിലായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടുപോയി അവർ വെടിവെച്ചു കൊന്നു. കാരണം അവർക്ക് ഇന്ത്യക്കാരവിടെ ആ സമയത്ത് വന്ന് വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതൊന്നും ശരിയായിരുന്നില്ല. പിന്നെ 2014 നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ മതപരിവർത്തനത്തിന് പോയിരുന്ന ഒരു പ്രേം അലക്സ് എന്ന് പറഞ്ഞ ഒരു സുവിശേഷക്കാരനെ അവിടുത്തെ ആൾക്കാർ പട്ടാളക്കാർ തടവിലാക്കി അയാളെ കൊല്ലാനായിട്ട് വിധിച്ചിരുന്നു. എന്നിട്ട് അന്നത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നിട്ടാണ് ഈ അലക്സിനെ അവിടെ നിന്ന് വിട്ടയച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി, മതപരിവർത്തനത്തിന് വേണ്ടി താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ വരെ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. അപ്പൊ അത് പിന്നെ കാലക്രമേണ അവരുമായിട്ടുള്ള നല്ല റിലേഷൻ വന്നു. പിന്നെ ഇന്ത്യക്ക് ഇപ്പൊ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവരുന്നത് കുറെയൊക്കെ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റോഡ് മാർഗമാണ് വാഗ ബോർഡർ കടന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ഒന്നും കൊണ്ടുപോകാനായിട്ട് പാകിസ്ഥാൻകാർ സമ്മതിക്കില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ അധികം താമസിക്കാതെ അവര് അതിർത്തിയിൽ വെച്ച് താമസിപ്പിക്കാതെ അയക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ട്രക്കുകളിലൊക്കെ ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ കടത്തുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞു വരുത്തിയേക്കുന്നത് പാകിസ്ഥാൻകാര്. തീർച്ചയായും ഇതിന് ഈ
ഇന്ത്യൻ അഫ്ഗാനിസ്ഥാൻ വ്യാപാര സാധ്യതകൾ അതിന്റെ ഉന്നതതല സംവാദത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഈ താലിബാൻ ഭരണകൂടം 2021 അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചതിന് ശേഷം ഡൽഹി സന്ദർശിക്കുന്ന ആദ്യത്തെ ഈ അഫ്ഗാൻ മന്ത്രിമാരിൽ ഒരാൾ എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ ഇതില്. അതെ അതെ അതെ. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് അവരുമായിട്ടുള്ള ബന്ധം നല്ല നിലയിലേക്ക് ഉയർന്നു എന്നാണ് കാണിക്കേണ്ടത്. കാബൂളിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന് നേരെ വെടിവയ്പ് നടക്കുമ്പോ സ്ഫോടനങ്ങളൊക്കെ നടക്കുകയൊക്കെ ഉണ്ടായി അസംഖ്യം പേര് മരണപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് ആ അറ്റാക്കിലൊക്കെ. അപ്പൊ താലിബാനിൽ തന്നെ ഒരു മനപരിവർത്തനം വന്നിരിക്കുന്നു. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പൊ ഇങ്ങനെ ഈ അഫ്ഗാൻ മന്ത്രി പറയുന്നു ഒരേ DNA ആണ് തനിക്ക് ഇവിടെ വന്നപ്പോ ആ ഒരു ഒരേ DNA എന്ന പരാമർശം അത് ഒരു അന്താരാഷ്ട്ര തലത്തിൽ വരെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ വഴി തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ തന്ത്രപ്രധാനമായ ഒരു ബന്ധം ശക്തമാകുന്നത് അയൽ രാജ്യമായ പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തലുണ്ട്. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? ആവുമല്ലോ. കാരണം പാകിസ്ഥാൻ ഇപ്പൊ അഫ്ഗാനിസ്ഥാനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ നിന്നുള്ള കുറെ പേര് പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള കുറെ പേര് പോയി അഫ്ഗാനിസ്ഥാനിൽ തമ്പടിച്ചിട്ടുണ്ട്. അവർക്ക് അഭയം നൽകണമെന്നുള്ള പേരില് ആ കുറ്റത്തില് അഫ്ഗാനിസ്ഥാനെ അവർ നിരന്തരമായിട്ട് പാകിസ്ഥാൻ പട്ടാളം ആക്രമിക്കുന്നുണ്ട്. പലരും നൂറുകണക്കിന് പേരാണ് മരിക്കുന്നത്. അപ്പൊ അത് പാകിസ്ഥാന് തൃപ്തി ഉണ്ടാവില്ല. കാരണം ഒന്നാമത് തലയ്ക്ക് വെളിവില്ല പാകിസ്ഥാനിലെ ജനങ്ങൾക്ക്. ഈ ഫനാറ്റിക്സ് ആണല്ലോ പാകിസ്ഥാനികൾ മുഴുവനും. സാധാരണ പാകിസ്ഥാനികളെ കൂടി വിശ്വസിക്കരുതെന്നാ പറയണത്. അത്രമാത്രം കള്ളന്മാരാ പാകിസ്ഥാനികളെ. ഈ അവരുടെ ചീഫ് തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ള ഇന്ത്യക്കെതിരെ ഞങ്ങൾ അണുബോംബിടുന്നു പറയുന്നത്. ഇപ്പൊ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ ഇറാനിലെ ഭരണകൂടം അല്ലെങ്കിൽ അലി ഖമേനിയുടെ ആൾക്കാർ പറഞ്ഞു ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണില്ലേ. അതേപോലെയാണ് പാകിസ്ഥാൻകാർ ഡെത്ത് ടു ഇന്ത്യ, ഡെത്ത് ടു ഇന്ത്യൻ പീപ്പിൾ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മഹാകള്ളന്മാരാ പാകിസ്ഥാനികൾ, അടുപ്പിക്കാൻ കൊള്ളാത്ത വൃത്തിയായിട്ടവരാണ്. അല്ല, ഈ ഒരു പ്രസ്താവന ഈ പാകിസ്ഥാൻ മാധ്യമങ്ങൾ അതുപോലെ തന്നെ ഭരണകൂടവും അനുകൂല പ്രതിരോധ വിദഗ്ധരും ഒക്കെ ശക്തമായ വിമർശനങ്ങളുമായിട്ടൊക്കെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ അഫ്ഗാനും ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു പുതിയ നയതന്ത്ര അടുപ്പം മേഖലയിൽ തങ്ങളെ ഒറ്റപ്പെടുത്തുന്നൊക്കെയുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നൊക്കെ ഇസ്ലാമാബാദിന്റെ ആശങ്കയും പറയുന്നുണ്ട്. പാകിസ്ഥാൻകാർക്ക് ഭയം ഉണ്ടാവുകയെ. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോ ഈ ബലൂചിസ്ഥാനില് ആഭ്യന്തര കലഹ രൂക്ഷാണ്. ഈ ബലൂചിസ്ഥാൻ പ്രൊവിൻസ് പാകിസ്ഥാനിൽ നിന്നും മാറി ഇന്ത്യയിലേക്ക് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കും ബലൂചിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടി ഒരു കോമൺ അതിർത്തി ഉണ്ടാവും. അതിന്റെ ഒരു പ്രദേശമുണ്ട്, ആ ഏരിയയുടെ പേര് ഞാൻ മറന്നുപോയി, കുട്ടി വയസ്സായത് കാരണം ഓർക്കണില്ല. അപ്പൊ അത് അങ്ങനെ ഒരു അതിർത്തി പ്രദേശം നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും ബലൂചിസ്ഥാനിലേക്കും അതുപോലെ തന്നെ മറ്റ് സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകളിലെ ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളില്ലേ, അവർക്കൊക്കെ നമുക്ക് റോഡ് മാർഗം ഒരു ട്രാൻസ്പോർട്ട് സൗകര്യം കിട്ടുകയാണ്. അത് എല്ലാവർക്കും ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ഓൾ. കാരണം ഈ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കിലുള്ള എല്ലാ രാജ്യങ്ങളിലും നല്ല കൽക്കരി ശേഖരമുണ്ട്, പെട്രോളിയം ശേഖരങ്ങളുണ്ട്. അതൊന്നും ഇന്ത്യയിൽ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് ഇതില്ലല്ലോ, കടലിലേക്ക് ആക്സസിബിലിറ്റി ഇല്ല അവർക്ക്. അവർ മൊത്തം ലാൻഡ് ലോക്ക്ഡ് ആണ്, ചുറ്റുവട്ട രാജ്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു ബോർഡർ റോഡ് വന്നാൽ അവർ ഇന്ത്യ വഴി അത് ബോംബെ തുറമുഖത്തോ അതല്ലെങ്കിൽ കൊച്ചി തുറമുഖത്തിലേക്കൊക്കെ എത്തിക്കാൻ അവർക്ക് സൗകര്യമായിരിക്കും അത്. അപ്പൊ അവർക്ക് വിദേശ നാണ്യം നേടിക്കിട്ടും. ഇന്ത്യക്കാണെങ്കിൽ അതിൽ നിന്ന് റോയൽറ്റി കിട്ടാം, പിന്നെ ഇന്ത്യക്ക് കൂടുതൽ എണ്ണ ലഭ്യമാവും. അപ്പൊ അങ്ങനെയുള്ള പല പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അത് വന്നാൽ പാകിസ്ഥാനെ ഇഷ്ടപ്പെടുവോ? ഇന്ത്യക്ക് നല്ലത് വന്നാൽ ഉടനെ പാകിസ്ഥാൻകാർ അതിനെ എതിർക്കുന്നുള്ളതല്ലേ. ഇപ്പൊ ഈ ഇന്ത്യക്ക് നല്ല കാര്യം എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലേ, അവരതിനെ എതിർക്കും. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി എന്തിനാണോ എതിർക്കുന്നത് അതിനെ നമ്മളപ്പം നല്ലതായിട്ട് കണക്കാക്കിക്കൊള്ളണം. കാരണം അവർ ഒരിക്കലും ഇന്ത്യയുടെ ശോഭനമായ ഭാവിയിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാൾക്കാരാണ് മാർക്സിസ്റ്റുകാർ. അതേപോലെ തന്നെ പാകിസ്ഥാനികൾ.